എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ടെല്ലാം കിഴിക്കാത്തണ്ട് കീഴിലേക്ക് പോവാം. ധൈര്യം വിളിക്കടാ. ടൈലാണ് കഴിഞ്ഞില്ലേ? ആ ധൈര്യത്തിന്റെ ആ കുത്തിക്കഴപ്പങ്ങ് തീർന്നു കിട്ടിയില്ലേ? അല്ല, എനിക്ക് ചോദിച്ചു വാങ്ങുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നീ ചോദിച്ചില്ലെങ്കിലും ഞാൻ തരുമായിരുന്നു. പക്ഷേ അത് മാത്രല്ല, അപ്പൊ നിനക്ക് പറയാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ട്. ഇവൻ ചോദിക്കുമ്പോ എനിക്ക് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അത് ശരി. അല്ല, ഞാൻ പറയാൻ വന്നതാ, നീ ചോദിച്ചില്ലെങ്കിലും ഞാൻ തരുമായിരുന്നു എന്ന് പറയാൻ അല്ല, ചോദിക്കാതെ കിട്ടുന്ന വലിയ എത്രയല്ലോ. അത് ശരിയാ. പണി നിനക്ക് തന്നെ കിട്ടണ്ടാണല്ലോ. അതന്നെ പണി സന്ദർഭത്തിനോട് ഒത്തു നിൽക്കുന്ന കിഴിയാണ്. അതാണ്, കറക്റ്റ് ആണ്. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. മറന്നുപോയി. ജോജു ജോർജ് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ്. ജുനൈസും സാഗറും ജോജുവും ഒക്കെ പ്രധാന വേഷത്തിൽ എത്തുന്ന സിനിമയാണ്. ഫസ്റ്റ് ലുക്ക് നടിയുടെ പേരെന്താ? അഭിനയ. എന്തായാലും ആളിന് മുൻപൊക്കെ പല സിനിമകളിലും കണ്ടിട്ടുണ്ടല്ലോ. ഓക്കെ, ജോ ജോർജിന്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ്. എങ്ങനെ ഉണ്ടെന്നുള്ളത് കണ്ടറിയാം. ഓക്കെ, അടുത്ത കിഴി ഗരുഡൻ സിനിമ മെയ് 31 റിലീസാവാൻ കാത്തിരിക്കുകയാണ്. സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. UA സർട്ടിഫിക്കറ്റാണ് കിട്ടിയിരിക്കുന്നത്. ഇതിന് UA അല്ലെങ്കിൽ പിന്നെ വേറെ എന്ത്? ഉണ്ണി മുകുന്ദൻ, പിന്നെ നമ്മുടെ സൂരി, ഇവരൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ കേട്ടോ. സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് കോപ്പിറൈറ്റ് ഉണ്ടായിരുന്നതാണ്. ഒരു രക്ഷയില്ലാത്തോളം കിഡിലാൻ ട്രെയിലർ ആയിരുന്നു. പിന്നെ കേരള റിലീസ് വരുന്നത് ശ്രീകുമരൻ. യെസ്. അടുത്തത് ഇന്ത്യൻ 2. ഇന്ത്യൻ 2 സിനിമയുടെ ഓഡിയോ ലോഞ്ച് ജൂൺ 1 കേട്ടോ. ഒഫീഷ്യൽ ആയിട്ടുള്ള അനൗൺസ്മെന്റ് എത്തിട്ടോ. യെസ്. അതുപോലെ തന്നെ മെയ് 29 സെക്കൻഡ് സിംഗിൾ വരുന്നു. സിദ്ധാർത്ഥും രഘുൽ പ്രീതും. നായികമാരുടെ പേര് അധികം അറിയില്ല, അതുകൊണ്ടാണ്. സത്യമായിട്ടും അറിയാത്തോണ്ടാ. ഓക്കെ, അടുത്ത കിഴി സിക്കന്ദർ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. ചിത്രത്തിലെ വില്ലൻ ആര്? വലിയ ചോദ്യമാണ്. ആ ചോദ്യത്തിന് ചെറിയൊരു ഉത്തരം കിട്ടിയിട്ടുണ്ട്. അതായത് ഒഫീഷ്യൽ ഒന്നല്ല, റൂമേഴ്സ് പ്രകാരം സത്യരാജ്, അതായത് നമ്മുടെ കട്ടപ്പ സിനിമയിൽ വില്ലനാവുന്നതാണ്. AR മുരുകദാസാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. നമ്മളിത് പ്രതീക്ഷിച്ചിരുന്നു കേട്ടോ. അതായത് സൗത്ത് ഇന്ത്യൻ ഫിലിംസിൽ നിന്ന് ഏതെങ്കിലും ഒരാളായിരിക്കും. ഏകദേശം ഉറപ്പായിരുന്നു. അതെ, അങ്ങനെ വന്ന സംഭവം ഹിറ്റടിക്കും ചെയ്യും. അങ്ങനെയാണല്ലോ ചരിത്രം. അടുത്തത് അതായത് ശരിക്കും ഷാറൂഖ് ഖാന്റെ ജവാനില്ലേ, അതുപോലെ ആഘോഷിക്കാൻ പോകുന്നൊരു സിനിമയായിരിക്കും ഇത്. സൽമാൻ ഖാന്റെ സിക്കന്ദർ ആയാ മതിയായിരുന്നു. പിന്നെ മറ്റേ മുരുകദോസ് ആയതുകൊണ്ട് ഒരു പ്രതീക്ഷ കൂടുതലുണ്ട്. വേറെ ആരെങ്കിലും ആണെങ്കിൽ വലിയ പ്രതീക്ഷ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. മുരുകദോസിന്റെ പ്രത്യേകത എന്താ അറിയോ? ജവാൻ, അതായത് നമ്മുടെ അറ്റ്ലിയുടെ പ്രത്യേകത ആളുടെ തന്നെ കുറേ സംഭവങ്ങൾ മിക്സ് ചെയ്യും, എല്ലാം കൂടി എല്ലാം ഉണ്ടാവും. എന്നാൽ AR മുരുകദോസ് ചിലതൊക്കെ അവിടെ നിന്നൊക്കെ ഉണ്ടാവും, എന്നാൽ കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ പുതിയത് വരും. അതാണ് ഫ്രഷ് വരും, ഫ്രഷ് ചിലത്. അടുത്തത് വേട്ടയ്യ സിനിമയുടെ ലൊക്കേഷൻ സ്റ്റില് കാണിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. ചുറുക്കിന്റെ കട്ട നിൽക്കുന്നത് കണ്ടില്ലേ? എത്ര പ്രായമുണ്ട് ചെറുക്കിന്. എന്തായാലും ആളുടെ പോഷൻ കഴിഞ്ഞ് ആള് നന്നെയൊക്കെ പറഞ്ഞു പോയതാണ്. എന്തായാലും നല്ല സ്റ്റില്ലാണ്. ഏകദേശം സിനിമ കഴിയാനായിട്ടുണ്ടാവും ഏതാണ്ടൊക്കെ. അതെ. ഓക്കെ, അടുത്ത കിഴി ഗജിനി സിനിമയുടെ റിലീസ് വരാൻ പോകുന്നു ജൂൺ 7. ജൂൺ 7 എന്തോ പ്രത്യേകതയുണ്ട്. ജൂലൈ 23 ബർത്ത്ഡേ. എന്തായാലും ബർത്ത്ഡേ സ്പെഷ്യൽ അല്ല, ഉറപ്പാണ്. ഗജിനി റിലീസിന് എത്തുന്നു. എന്തായാലും അതിന് എത്ര വർഷങ്ങൾ വല്ലതും ആയിട്ടുണ്ടാവുമായിരിക്കും ചിലപ്പോൾ. അതാവാം അല്ലേ. എന്തായാലും AR മുരുകദോസ് ആളുടെ 2 സിനിമ എനിക്കാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് AR മുരുകദോസിന്റെ സംഭവപൂരമായ സിനിമ, സൂര്യ അഴിഞ്ഞാടിയ സിനിമ ഗജിനി. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഗജിനി സിനിമയുടെ ഈ ക്യാരക്ടർ പേര് എന്താണെന്ന് അറിയാം? എന്താണ്? ചിലർക്കൊന്നും അറിയില്ലായിരിക്കും, എന്നാൽ കൂടുതൽ ആൾക്കാർക്ക് അറിയാം. ഗജിനി എന്ന് പേരിട്ടിരിക്കുന്നത് വില്ലന്റെ പേരാണ്. അതായത് ഒരു സിനിമക്ക് വില്ലന്റെ പേര് ടൈറ്റിൽ ഇടുന്നത് ഗജിനിയാണെന്ന് തോന്നുന്നു. അയാൾക്ക് കുറച്ച് സന്തോഷമായിക്കോട്ടെ, തല്ലി കൊല്ലാനുള്ളതല്ലേ. മൂപ്പരൊന്ന് ഹാപ്പി ആയിക്കോട്ടെ എഴുതിയിട്ട് കൊടുത്ത, അല്ലാണ്ട് വേറൊന്നുമല്ല. അടുത്തത് ഹിറ്റ് ലിസ്റ്റ്. ഗൗതം മേനോൻ, ശരത് കുമാർ, വിജയ് കനിഷ്ക ഒരുമിക്കുന്ന സിനിമയാണ്. മെയ് 31 സിനിമ റിലീസ് എത്തുന്നുണ്ട് കേട്ടോ. അപ്പൊ മെയ് 31 ഒരുപാട് സിനിമകളായി. ഹിറ്റ് ലിസ്റ്റ് ഞാൻ ഓർത്തെടുക്കട്ടെ, എന്നിട്ട് പറയാന്ന് വിചാരിച്ചിട്ട്. 2 സെക്കൻഡ് ടൈമുണ്ട്. ഹിറ്റ് ലിസ്റ്റ്, പിന്നെ ഗരുഡൻ, പിന്നെ മലയാളത്തിൽ നിന്ന് 2 വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി, പിന്നെ മറ്റെന്താ
കുടുംബശ്രീ അങ്ങനെ ഒരു പേര് കുഞ്ഞാടും. കുഞ്ഞാടും, കുടുംബശ്രീയും കുഞ്ഞാടും, അതായത് ധ്യാൻ ശ്രീനിവാസന്റെ സിനിമ. പിന്നെ വേറെ ഏതോ ഒരു തമിഴും കൂടി ഉണ്ടല്ലോ, വേറെ ഉണ്ട്, ഒന്നും കൂടി ഉണ്ട്, പേര് മറന്നുപോയി. ഓക്കെ, എന്തായാലും പിന്നെ ഏതോ ഒരു കോങ്ങോ, അതായത് ഗ്യാങ്സ് ഓഫ് ഗോദാവരി അല്ലേ? ഗ്യാങ്സ് ഓഫ് ഗോദാവരി, അത് കന്നഡയിൽ നിന്ന് അല്ലേ? അതോ തെലുങ്കോ? കൺഫ്യൂഷൻസ് എല്ലാം അറിയുന്നത് കൊണ്ട് പരിപാടി ഇതാ. ഒറ്റ ദിവസം പോലും ഒരു മാറ്റം ഇല്ലല്ലോ എന്ന് ഞാൻ ആലോചിക്കണം. അറിയുമെങ്കിൽ പറഞ്ഞാൽ പോരെ, പേര് പറഞ്ഞിട്ടങ്ങ് പോയാ പോരെ. അപ്പത്തേനും അത് തമിഴാണോ തെലുങ്കാണോ കന്നഡയാണോ ഉറുദു അറിഞ്ഞു പോണോ? ഓക്കെ, അടുത്ത കിഴി എമ്പുരാൻ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്, അതായത് റൂമേഴ്സ് ആണ്. റൂമേഴ്സ് പ്രകാരം ചിത്രത്തില് 2 പുതിയ ആൾ കൂടി വരുന്നുണ്ട്. ആരൊക്കെയാണെന്നറിയോ? വിദ്യുത് ജമാൽ, ഇത് ആൾറെഡി ഇതിന് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. വിദ്യുത് ജമാലിന് ആദ്യം മുതലേ പറയണ പേരാണ്. പിന്നെ സോനു സൂദ്. ഇത് ഇൻസൈഡ് ടോക്സ് ആണെന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നാണ് കേൾക്കുന്നത്, അറിഞ്ഞുകൂടാ. എന്തായാലും നോക്കാം, ഒഫീഷ്യലി വരുമ്പോ നമുക്ക് വിശ്വസിക്കാം. ഇപ്പൊ പകുതി വിശ്വസിച്ചാൽ ഇറങ്ങി വാടാ. എന്താടാ കത്തിക്ക്, അത് ഉറപ്പല്ലേ, അതിനകത്ത് വേറെ തർക്കമുള്ള കാര്യമൊന്നുമല്ല. എന്നാലും ടർബോ സിനിമയുടെ ഒരു ലൊക്കേഷൻ വീഡിയോ വന്നിട്ടുണ്ട്. ചേസിങ് സീൻ കാര്യങ്ങളും ഇത് നമ്മൾ അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഈ സാധനം എന്തായാലും ഒരു പുറത്ത് വിടുന്ന ലൊക്കേഷൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടാവും, ഉറപ്പായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും പറഞ്ഞത്. കാരണം നമുക്ക് ഇത് ചെയ്യണ സമയത്ത് മറ്റേ റോഷാക്കില് ഈ ഡ്രിഫ്റ്റ് ചെയ്തപ്പോഴും ഇതേ അഭിപ്രായം വന്നായിരുന്നു. ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, വീഡിയോ പുറത്ത് വിട്ടു. സെയിം കാര്യം തന്നെ ഇതെവിടെയും ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല, ഇങ്ങനെ വണ്ടി എടുത്തിട്ട് എന്താ കാണിക്കുന്നത്, എന്നെ പോലെയാ. അതായത് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങി പണിയെടുക്കാതിരിക്കുന്ന ആളാരായോ? മമ്മൂക്കയുടെ ഡ്രൈവർ. ഞാനും വിചാരിച്ചു പെട്ടെന്ന് ഇനി എനിക്കിട്ടുള്ള വരവാണോ എന്ന് കരുതിപ്പോയത്. അല്ലേ, ശമ്പളം കൊടുക്കുന്ന ആളെ പണിയെടുപ്പിച്ചിട്ട് ശമ്പളം വാങ്ങുന്ന ജോലിക്കാരൻ. ഒരു തമാശ പറയാനുണ്ട്. എന്താടാ ഗൈസ്, ഇതാ റാപ്പ് സോങ് ആണ്. കോപ്പിറൈറ്റ് കിട്ടണമെങ്കിൽ ഇവിടെ സൈലന്റ് ആയിരിക്കും. ആ റാപ്പ് സോങ് ആയിരുന്നു അത്. ഞാനും വിചാരിച്ചത് ഏതാ മ്യൂസിക് കേട്ടിട്ട് ഒരു പരിചയം കിട്ടിയത്. എന്താണെങ്കിൽ അത് പോട്ടെ, എനിക്ക് വേറെ സീനാ പെട്ടെന്ന് ഇത് കണ്ടപ്പോ ഓർമ്മ വന്നെ. ബിന്ദു പണിക്കർ ഒരു സീനുണ്ട് ഇങ്ങനെ ചേസിങ്ങിന്റെ ഇടയ്ക്ക് ഹായ് പറഞ്ഞിട്ട് പോണ ഒരു കിട്ടിലെ സീനാണത്. പെട്ടെന്ന് ബിന്ദു പണിക്കർ അതിനകത്ത് ഇരിക്കണ കണ്ടപ്പോ ഓർമ്മ വന്ന സീൻ അതാണ്. ഒരു രക്ഷയില്ലായിരുന്നു അത്. സൂപ്പറായിരുന്നു. ഓക്കെ, അടുത്ത കിഴി. ഓക്കെ, കൽക്കി സിനിമയുടെ ബഡ്ജറ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വൈജയന്തി മൂവീസ് ആണ് സിനിമ നിർമ്മിക്കുന്നത്. ഇവര് ഇതിൽ 700 കോടിക്കടുത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് കേട്ടത്. ബഡ്ജറ്റ് ഇതിൽ പല സംശയങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏതാണ്ടൊക്കെ കൺഫേം ആവുന്നുണ്ട്. VFX, സിനിമയുടെ സെറ്റ്, പിന്നെ ബുജി മേക്കിംഗ്, ഇതിനൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അറിയാണ്ട് ഇപ്പോൾ വെറുതെ നടക്കും ഇതൊക്കെ. പക്ഷെ 700 കോടിയൊക്കെ വെറുതെ അറിയാൻ പറ്റുമോ എന്നുള്ളതാണ്. അല്ല, പ്രഭാസ് ഉണ്ടല്ലോ, ധൈര്യമാണ്. ആരുടെ സിനിമയാന്ന് ചോദിച്ചിട്ട് നീ ഇരുന്ന് പറയുന്നത് സിമ്പിളായിട്ട് പുഷ്പം പോലെ. പ്രഭാസിന്റെ ഇതെങ്ങാനും പോസിറ്റീവ് ആണെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് കളക്ഷൻ നേടുന്ന സിനിമയായിരിക്കും കൽക്കി. കാരണം അതിനുള്ള ആൾക്കാരുണ്ട് ആ സിനിമയിൽ. ഏത് ലാംഗ്വേജ് എടുത്താലും ഇതിന്റെ രീതി, അതായത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതി, ഇന്റർനാഷണൽ ലെവല് ഇത് അംഗീകരിക്കാൻ പോകുന്ന സാധനമായിരിക്കും. കട്ട വെയിറ്റിംഗ് തന്നെയാണ് ജൂൺ 27 വേണ്ടിയിട്ട്. ഹോളിവുഡ് ഇങ്ങനെ മുട്ട് വരച്ച് നിൽക്കണം. അടുത്തത് വിടാമുയർച്ചി സിനിമയുടെ ഫൈനൽ ഷെഡ്യൂൾ ജൂൺ മാസം അവസാനത്തോടുകൂടി ആരംഭിക്കും. ഓക്കെ, അജിത്ത് വന്നു, രജനീകാന്ത് വന്നു, കമലഹാസൻ വന്നു. ഓക്കെ, അടുത്ത കിഴി മന്ദാകിനി സിനിമയുടെ 3rd ഡേ കളക്ഷൻ, അതായത് സിനിമ 1 കോടി
3 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഒരു 2 കോടിക്കടുത്താണ് ഇതിൻ്റെ ടോട്ടൽ ബഡ്ജറ്റ്. അപ്പോൾ എന്തായാലും സിമ്പിളായിട്ടിത് ഹിറ്റ് ചാർട്ടിലേക്ക് കയറും. തീർച്ചയായിട്ടും അത് ഉറപ്പാ. ഓക്കെ, കാരണം ബഡ്ജറ്റിനെക്കാട്ടിലും സിനിമ കളക്ട് ചെയ്താൽ കഴിഞ്ഞില്ലേ, അത് മതിയല്ലോ. അല്ല 3 ദിവസം കൊണ്ട് 1 കോടി. അതെ. അടുത്തത് കൂലി സിനിമയുടെ ഷൂട്ട് ജൂൺ 1 തുടങ്ങുന്നുണ്ട്. സിനിമയിൽ സത്യരാജ് പ്രധാന വേഷത്തിലെത്തുന്നു എന്നാണ് കേട്ടത് കേട്ടോ. റൂമേഴ്സ്, തികച്ചും റൂമേഴ്സാണ്. എന്താണെങ്കിലും ഷൂട്ട് ജൂണിൽ തുടങ്ങും കേട്ടോ. അത് റൂമറുകൾ മാത്രമല്ല, ഏകദേശം സത്യമായ കാര്യം കൂടിയാണ്. ജൂൺ 1 വീക്ക് ഷൂട്ട് ആരംഭിക്കും. അത് റൂമറല്ല, തികച്ചും സത്യമായിട്ടുള്ള കാര്യം. ഞാൻ വിളിച്ചായിരുന്നു. എന്ത് ഒന്നെങ്കിൽ സത്യമാണെന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഒഫീഷ്യലായിട്ട് അവർ അനൗൺസ് ചെയ്യണം. ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യണമെന്നോ? എന്ത്? അത് പൂജേന്റെ അന്ന് അവർ കാണിക്കും ഒഫീഷ്യലായിട്ട്. അപ്പൊ അന്നേ അത് സത്യമാവുള്ളൂ. അതുവരെ ഡേറ്റ് ഞാൻ പറഞ്ഞോ? ഡേറ്റ് ഞാൻ പറഞ്ഞോ? ജൂൺ 1 എന്ന് പറഞ്ഞു. ജൂൺ 1 വീക്ക് എന്നാ പറഞ്ഞത്. 1 എന്ന് പറഞ്ഞാൽ 1. അങ്ങനെ പറ. അല്ല, ചെവിയും കേൾക്കൂല. എന്നിട്ട് നീ അതിന്റെ ഇടയ്ക്ക് എന്റെ പവർ കുറയ്ക്കാൻ വേണ്ടിട്ടല്ലടാ നീ ഇമാര് കുണിച്ച് എന്ത് പവർ ഒന്നും ഞാൻ കൊടുക്കുന്നില്ല. അങ്ങനത്തെ പ്രശ്നം എനിക്കില്ല. ഓക്കെ, അടുത്ത കിഴി ഞാൻ കരഞ്ഞങ്ങ് തീർക്കുള്ളൂ. കരച്ചിലൊന്നുമില്ല. ഇതിൽ കരഞ്ഞിട്ട് കാര്യമില്ല. എമ്പുരാനും ടർബോയും കൽക്കി ധാരാളമാണ്. ടർബോ ആര്? ടർബോ നിനക്ക് അല്ല, ഞാൻ ഒരാഴ്ച ഭയങ്കര സിക്കന്ദർ എന്തേ പോരട്ടെ. ഗജിനി, കൽക്കിനെ ധാരാളം. ഇനി ഇവിടുത്തെ കൂടി വേണമെങ്കിൽ കേട്ടോ. ഇന്ത്യൻ 2, വേട്ടയ്യൻ, പിന്നെ ടർബോ, കൂലി, വിടാമുയർച്ചി. എണ്ണത്തിനാണ് മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് പവർ വരും. ഓക്കെ, അടുത്ത കിഴി അജയന്റെ 2ാം മോഷണം. സിനിമ ഏതാണ്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ ഏതാണ്ടൊക്കെ സെറ്റാണെന്നുള്ളതാണ്. ഇനി ചില വർക്കുകൾ കൂടി ഉണ്ട്, പക്ഷെ ലോക്കാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ സംഭവം എഡിറ്റിങ് കാര്യങ്ങളും ഇതിൻ്റെ എല്ലാ സംഭവങ്ങളും ആക്കി ഒരു ലോക്കഡ് എന്ന് പറഞ്ഞിട്ട് ഇവരൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. സെപ്റ്റംബറിലല്ലേ റിലീസ് പറഞ്ഞിട്ടുള്ളത്? സെപ്റ്റംബർ 12. ഞാനെല്ലാം പറഞ്ഞു, ഞാൻ ആലോചിച്ചിട്ട് ഞാൻ കുറച്ച് സമയം. ജൂണ്, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 4 മാസമുണ്ട്. അപ്പൊ ഇതെന്തിനാ ഇവര് ഇത്ര നേരത്തെ ഇറക്കി വിടൂ? അല്ല, അത് ഫൈനൽ മിക്സിംഗ് അല്ല. ശരിയാ. ലോക്കഡ് എന്ന് പറഞ്ഞാൽ ബാക്കി വർക്കുകൾ ഇന്നലെ സൗണ്ട് ഡിസൈനിങ് നടന്നുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം ഏകദേശം ഒക്കെ ആയിട്ടുണ്ടാവുമായിരിക്കാം. ഓക്കെ, എന്തായാലും കിഴി എപ്പിസോഡ് ഇവിടെ തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ബൈ.